महादेव्ये नमः सरस्वत्यै नमः दुर्गा परमेश्वर्यै नमः काञ्ची कामाक्षे नमः मधुरमीनाक्षे नमः काशी विशालाक्षे नमः सर्वत्र देवी नाम सङ्कीर्तनं महादेव्यै नमः സുപ്രഭാതം ശുഭദിനം എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാലവന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് സുസ്വാഗതം. ഭസ്മമാഹാത്മ്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടുവരുന്നത്. ആ ഭസ്മധാരണം ചെയ്യാതെ ഒരു യാഗയജ്ഞകർമ്മങ്ങളും സഫലമാകുന്നില്ല എന്നുള്ളതിനെ അവിടെ സൂചിപ്പിച്ചു. ആ ഭസ്മങ്ങൾ എങ്ങനെയൊക്കെ ധരിക്കണം എന്ന് പറഞ്ഞാൽ, ഭസ്മം വെള്ളം കുഴച്ച് ഇന്നലെ പറഞ്ഞ ആ മന്ത്രത്തോടുകൂടി, ഒന്നുകിൽ ത്രയംബക മന്ത്രത്തോടുകൂടി അല്ലെങ്കിൽ നമഃശിവായ എന്ന പഞ്ച അക്ഷരമന്ത്രത്തോടുകൂടിയൊക്കെ ശരീരത്തിൽ ധരിക്കുന്നതിനെ ശിരോവ്രതം എന്ന് പറയും. ഇനി വെറും ഭസ്മം ജലം കൂടാതെ കണ്ട് ധരിക്കുന്നതിനെ ഉദ്ധൂളനം എന്നാണ് പറയുക. വെറും ഭസ്മമായിട്ട് അതിനെ ധരിക്കുന്നതിനെ ഉദ്ധൂളനം, അതായത് വെള്ളം ചേർക്കാതെ കണ്ട് എന്നാണ് പറയുന്നത്. നെറ്റിയിലെ 3 വരെയായിട്ട് ജപിക്കുന്നതിനെ ത്രിപുണ്ഡ്രകം എന്ന് പറയുന്നു. ഭസ്മം എന്നതുകൊണ്ട് പലരും ഈ വെണ്ണീറ് എന്നെടുക്കരുത്. വെണ്ണീറ് എന്നുള്ളതും ഭസ്മം എന്നുള്ളതിനും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. വെണ്ണീറ് എന്നുള്ളത് പല വസ്തുക്കളും കത്തിയെരിഞ്ഞ് ചാമ്പൽ എന്നൊക്കെ നമ്മൾ പറയുന്നതിന്, പല വസ്തുക്കളും കത്തിയെരിഞ്ഞ് ചാമ്പലാവുന്നതിനെയാണ് ആ വെണ്ണീറ്, ചാമ്പല്, അതിനെയും ഭസ്മമായി എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ ആ ഭസ്മമല്ല ധരിക്കേണ്ട ഭസ്മം എന്ന് പറയാണ്. ധരിക്കുന്ന ഭസ്മം അത് ശുദ്ധിയോടുകൂടി ഉണ്ടാക്കണം, ശുദ്ധിയോടുകൂടിയിട്ട് ധരിക്കണം. അങ്ങനെ ശുദ്ധിയോടുകൂടി ഉണ്ടാക്കി ധരിച്ച ഭസ്മത്തിനെ ലേപനം ചെയ്തുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. പിതൃകർമ്മങ്ങൾ, ശ്രാദ്ധാദി കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്ത് മാത്രമേ ഈ ഭസ്മധാരണം ചെയ്യാതെ കണ്ട് ചെയ്യാറുള്ളൂ. പിതൃക്കളുടെ കർമ്മം ചെയ്യുമ്പോൾ ഭസ്മധാരണം ചെയ്യാറില്ല. അന്നത്തെ ദിവസത്തെ കർമ്മം ചെയ്തതിന് ശേഷം അവസാനമാണ് ഭസ്മധാരണം ചെയ്യുന്നത്. ബാക്കിയുള്ള എല്ലാ കർമ്മങ്ങൾക്കും കുളിച്ച ഉടനെ ശുദ്ധിയോടുകൂടി ഭസ്മധാരണം ചെയ്തതിന് ശേഷം ആണ് നിത്യകർമാനുഷ്ഠാനങ്ങള്, സന്ധ്യാവന്ദനാദികള് എല്ലാം ചെയ്യുന്നത് എന്ന് പറയുകയാണ്. അങ്ങനെയുള്ള ഭസ്മങ്ങള് 3 തരത്തിലുള്ള ഭസ്മങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെയാണ് പറയണത്. അഗ്നിഹോത്രം, നിത്യാഗ്നി എന്ന് പറയപ്പെടുന്നത് അഗ്നിഹോത്രം ചെയ്ത് സൂക്ഷിക്കപ്പെടുന്ന അഗ്നി. ഗൃഹസ്ഥന്മാര് ദിവസവും ഗൃഹത്തിൽ അഗ്നിഹോത്രം ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അതൊന്നും ഇന്നത്തെ കാലത്ത് ആർക്കും ചെയ്യണില്ല, ചെയ്യാൻ പറ്റണില്ല. ഏതെങ്കിലും ഗൃഹങ്ങളിലൊക്കെ വലിയ വലിയ യാഗങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ അഗ്നിഹോത്രം ദിവസേന ചെയ്തു പോവാറുണ്ട്. ബാക്കിയുള്ള ബ്രാഹ്മണന്മാരൊക്കെ തന്നെ എന്തെങ്കിലും വിശേഷങ്ങൾ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് ആദ്യം അഗ്നിഹോത്രം ചെയ്ത് ഗൃഹസ്ഥർക്ക് ചെയ്യേണ്ടതാണ്. ബ്രഹ്മചാരികളാണെങ്കിൽ സമിധാദാനം എന്ന് പറയും. ബ്രഹ്മചര്യത്തിലിരിക്കുന്നവർക്ക് സമിധാദാനവും ഗൃഹസ്ഥർക്ക് അഗ്നിഹോത്രവും ചെയ്യണം എന്നാണ് വേദവിധി. അതൊന്നും ചെയ്ത് നടക്കാനൊന്നും പറ്റില്ല, ആരും ചെയ്യാറുമില്ല അന്നത്തെ കാലത്ത്. അപ്പോ ഈ അഗ്നിഹോത്രം ചെയ്യുന്നതായിട്ടുള്ള അഗ്നിയെടുത്ത് ഉണ്ടാക്കുന്നതായിട്ടുള്ള ഭസ്മമാണത്രേ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഭസ്മം എന്ന് പറയണു. അതിലും നിത്യാഗ്നി
വിരജാഗ്നി, ഔപാസനാഗ്നി, സമിതാഗ്നി, പചനാഗ്നി, ധാവാഗ്നി എന്ന 6 വിധത്തിലുള്ള അഗ്നികൾ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഈ നിത്യാഗ്നി എന്നുള്ളതാണ് അഗ്നിഹോത്രം എന്ന് പറയുന്നതായിട്ടുള്ളത്. ദിവസേന അഗ്നിഹോത്രം ചെയ്താൽ അഗ്നിയെ കെടാതെ കണ്ട് സൂക്ഷിച്ചു വയ്ക്കും. അതായത് ദിവസേന പുതിയ അഗ്നി കൊളുത്തിയിട്ടല്ല, ആ അഗ്നി ഒരിക്കലും കെടരുത്, കെടാതെ അഗ്നിയെ നിലനിർത്തുന്നുണ്ട്. ചാണകം മുതലായിട്ടുള്ള വസ്തുക്കളിൽ കൂടി ഉണ്ടാക്കുന്ന അഗ്നിയെ വിരജാഗ്നി എന്ന് പറയുന്നു. ബ്രാഹ്മണരെ ഔപാസനം ചെയ്യുമ്പോൾ ഉണ്ടാക്കുന്ന അഗ്നി ഔപാസനാഗ്നി എന്ന് പറയുന്നു. പക്ഷേ ഔപാസനാഗ്നി അത് നമ്മൾ ഒരു നിശ്ചിത സമയം വരെ വെച്ചിരിക്കേണ്ട ആവശ്യമുള്ളൂ. ദിവസേന കെടുത്താം. അല്ല, പണ്ട് കാലത്തൊക്കെ 5 ദിവസത്തെ കല്യാണങ്ങളൊക്കെ നടത്തുമ്പോൾ ആദ്യത്തെ ദിവസം മുതൽ 5 ദിവസം വരെ അഗ്നിയെ സൂക്ഷിച്ചു വയ്ക്കും. അങ്ങനെ ഔപാസാഗ്നി. പിന്നെ ഈ ബ്രഹ്മചാരികൾ നടത്തുന്നതായിട്ടുള്ള സമിതാഗ്നി, സമിത്തുകൊണ്ട് ആദിത്യനെ ഹോമം ചെയ്ത് നെയ്യുന്നതായിട്ടുള്ള സമിതാധാനം, അതിലുണ്ടാകുന്നതിന് സമിതാഗ്നി എന്ന് പറയും. പിന്നെ പചനാഗ്നി. പചനാഗ്നി എന്ന് പറയുന്നതാണ് നമ്മൾ പാചകം ചെയ്യാനായിട്ട് അടുപ്പിൽ ഉണ്ടാക്കുന്ന അഗ്നിയാണ് പചനാഗ്നി എന്ന് പറയുന്നത്. പിന്നെ ധാവാഗ്നി. ധാവാഗ്നി എന്ന് പറയുന്നത് ഈ കാട്ടിലൊക്കെ പിടിക്കുന്നത്, ധാവാഗ്നിപാനം എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഭാഗവത മഹാപുരാണത്തിൽ ധാവാഗ്നിപാനം ഭഗവാൻ ചെയ്ത കഥയൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പൊ ഈ കാട്ടുതീയ്, അങ്ങനെ ഉണ്ടാകുന്ന തീയിന്, ഇപ്പൊ കാടായാലും നാടായാലും പല സാധനങ്ങളും യാദൃച്ഛികമായിട്ട് കത്തി വരുന്ന അഗ്നി, അതിനെയാണ് ധാവാഗ്നി എന്ന് പറയുക. ഇങ്ങനെ പല വിധത്തിലുള്ള അഗ്നികളുണ്ട്. അതിൽ നിത്യാഗ്നിയായിട്ടുള്ള അഗ്നിഹോത്രം ചെയ്ത് സൂക്ഷിക്കപ്പെട്ട അഗ്നിയാണത്രേ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. ആ അഗ്നിയിൽ നിന്നുണ്ടാക്കുന്നതായിട്ടുള്ള ഭസ്മങ്ങളെ ധരിക്കുന്നത് ആണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് പറയുന്നു. അങ്ങനെ ആ ശ്രേഷ്ഠതകളെ ഇവിടെ 10ാമത്തെ അധ്യായത്തില് പറഞ്ഞിട്ട് ഇനി അടുത്ത അധ്യായത്തില് 3 വിധത്തിൽ ഉണ്ടാക്കുന്ന ഭസ്മങ്ങളെ കുറിച്ചാണ് അവിടെ പറഞ്ഞു പോകുന്നത്. ആ ഭാഗങ്ങളെ നമുക്ക് നാളെ അവലോകനം ചെയ്തു കൊണ്ടുപോകാം. ഇന്നിവിടെ തന്നെ നിർത്തുന്നു. ശ്രീ മഹാദേവ്യൈ നമഃ.